ദേവസ്വത്തിൻ്റെ ഭരണം സത്യത്തിൽ ഭക്തജനങ്ങൾക്കുള്ളതാണ്. അല്ലാതെ നിയമസഭയിൽ നിന്നിട്ട് ഹിന്ദു പേരുകളുള്ള MLA കൈപ്പൊക്കിയിട്ടല്ല ദേവസ്വം ബോർഡ് ഉണ്ടാക്കേണ്ടത്. നിലവിലെ ദേവസ്വം ബോർഡുകളെല്ലാം പിരിച്ചുവിടും. പകരം കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു ഭക്തജന ബോർഡ് രൂപീകരിക്കും. ഹിന്ദുധർമ്മ വിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രി ശ്രീ സുരേഷ് ഗോപിജി ആയതുകൊണ്ട് കേരളത്തിൻ്റെ ദേവസ്വം ഘടന എങ്ങനെയാണ്, ഭരണം എങ്ങനെയാണ്, ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമായിട്ടിരിക്കാം. കേരള ദേവസ്വം ബോർഡിന് പകരം ഒരു കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടായതുകൊണ്ട് വലിയ കാര്യം പരിഹരിക്കപ്പെടില്ല. നിലവിലെ ദേവസ്വം ബോർഡുകളെല്ലാം പിരിച്ചുവിടും. പകരം കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു ഭക്തജന ബോർഡ് രൂപീകരിക്കും. ക്ഷേത്രങ്ങളെല്ലാം അതിൻ്റെ കീഴിൽ കൊണ്ടുവരും. സത്യസന്ധവും സുതാര്യവുമായി ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷേത്രഭരണം നിർവഹിക്കപ്പെടും. പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. ഇന്നലെ പാലായിൽ നടന്ന ഒരു ചർച്ചയിൽ, ഒരു സംവാദത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണോ? സംഭവിച്ചാൽ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സംഭവിക്കുമോ എന്നുള്ളതിൽ ചില ആശങ്കകൾ ഇപ്പോഴും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ പക്ഷേ ഇതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളൊക്കെ ഏതെങ്കിലും തലത്തിൽ, സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും തലത്തിൽ സംഭവിച്ചിരിക്കാം. ആ ചർച്ചകളിൽ ശ്രീ സുരേഷ് ഗോപിജി പങ്കെടുത്തിട്ടും ഉണ്ടാകാം. കാരണം കേരളത്തിൽ നിന്ന് ഉള്ള മന്ത്രിമാരിൽ ഹിന്ദുധർമ്മ വിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രി ശ്രീ സുരേഷ് ഗോപിജി ആയതുകൊണ്ട് കേരളത്തിൻ്റെ ദേവസ്വം ഘടന എങ്ങനെയാണ്, ഭരണം എങ്ങനെയാണ്, ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമായിട്ടിരിക്കാം. ഇതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസക്തരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രാഥമിക യോഗമൊക്കെ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്കോ ഒരു രൂപരേഖയിലേക്കോ ഒന്നും ഇത് കടന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ട്. കേരളത്തിൽ ഇതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും നിയമപരമായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന് അതിനുള്ള അവകാശമുണ്ട് നിയമപരമായിട്ട് തന്നെ. ഞാൻ മനസ്സിലാക്കി ഈ വിഷയം നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ, ദേവസ്വത്തിൻ്റെ ഭരണം സത്യത്തിൽ ഭക്തജനങ്ങൾക്കുള്ളതാണ്, ഇത് പറഞ്ഞുകൊണ്ട് നിരവധി സമര പദ്ധതികളൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നിരവധി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോരാട്ടങ്ങളിലേക്ക് എത്തിയില്ല. നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ ചെറുതും വലുതുമായിട്ട് നടന്നിട്ടുണ്ട്. മറ്റൊരു ദിശയിലുള്ള ഒരു നീക്കം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം നിയമപരമായിട്ട് സാധുവാണോ, കേന്ദ്ര സർക്കാർ പുതിയൊരു ബോഡി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ രൂപരേഖ എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് നിയമപരമായിട്ട് സാധുതയുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്. അതായത് നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല. അഥവാ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ മറികടക്കാനുള്ള ഈ വിഷയത്തിൽ ചില ആശങ്കകളുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ ഭരണ സംവിധാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഭക്തജനങ്ങളുടെ റോൾ എത്രമാത്രം പരിമിതപ്പെട്ടിരിക്കുന്നു? അത് ശരിക്കും പട്ടാളത്തിൻ്റെ കയ്യിലാണ്. അതിൻ്റെ എത്ര ശതമാനം ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം വിനിയോഗിക്കുന്നുണ്ട്? ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് പരിഗണിക്കേണ്ടതല്ലേ. ആര് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതല്ല, അതിൽ ഭക്തജനങ്ങളുടെ എത്ര പങ്കാളിത്തമുണ്ട്, അഡ്മിനിസ്ട്രേഷനിലായിക്കോട്ടെ, അഭിപ്രായ രൂപീകരണത്തിലായിക്കോട്ടെ, അവരുടെ ആചാരങ്ങൾ ശരിയാവണ്ണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അഭിപ്രായങ്ങളിലാകട്ടെ, എല്ലാറ്റിലും ഭക്തജനങ്ങളുടെ റോൾ എന്താണ്? എല്ലാ ഭക്തജനങ്ങൾക്കും ഭരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഭക്തജനങ്ങളുടെ ഇടയിൽ നിന്ന് ധർമ്മവിശ്വാസിയായിട്ടുള്ള ഒരാൾ തന്നെ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരണം. അതായത് അങ്ങ് പറയുന്നതിൻ്റെ ചുരുക്കം, ഭക്തജനങ്ങളാൽ ഭക്തജനങ്ങൾക്കു വേണ്ടി, അതെ, ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ, അത് തന്നെ ജനാധിപത്യത്തിൽ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഭക്തജനങ്ങളുടെ പരിപൂർണമായിട്ടും ഒരു ഇലക്ടറൽ റോൾ ഉണ്ടായാൽ പോലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിയമസഭയിൽ നിന്നിട്ട് ഹിന്ദു പേരുകളുള്ള MLA കൈപ്പൊക്കിയിട്ടല്ല ദേവസ്വം ബോർഡ് ഉണ്ടാക്കേണ്ടത്.
അത് ശരിയല്ലാത്ത നടപടിയാണ്. ഇപ്പോൾ പല സ്ഥലത്തും ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ഹിന്ദു ആയിട്ടുള്ള ആൾ ജയിക്കുന്നുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഞാൻ പറയാം, കഴക്കൂട്ടം മണ്ഡലം ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ കുറച്ചു കാലം മുന്നേ ശ്രീ എം എ വാഹിദ് MLA ആയിരുന്നു. അപ്പോൾ എൻ്റെ വോട്ടൊന്നും പരിഗണിക്കുകയേ വേണ്ട. ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എം എ വാഹിദിന് അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ ദേവസ്വം ബോർഡിൻ്റെ തെരഞ്ഞെടുപ്പിൽ. മനസ്സിലായി? സാങ്കേതിക പ്രശ്നം തന്നെ, സാങ്കേതിക പ്രശ്നവുമല്ല, ഔചിത്യമില്ലാത്ത യുക്തിക്ക് നിരക്കാത്ത ഒരു പരിപാടിയാണ്. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. എന്തെങ്കിലും ഒന്നുണ്ടാകണ്ടേ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാർ കേരള ദേവസ്വം ബോർഡിന് പകരമായിട്ട് കേന്ദ്രത്തിൻ്റെ ദേവസ്വം ബോർഡ് ആണെങ്കിൽ അതിന് യാതൊരു കാരണവശാലും അനുകൂലിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ സർക്കാരുകളിൽ നിന്ന് വിമുക്തമായി തീർച്ചയായിട്ടും ഒരു ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭക്തജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണസമിതി. അപ്പോൾ അത് നമുക്കിപ്പം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അനേകം ക്ഷേത്രങ്ങൾ, തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ എടുത്താൽ 10,000-ന് മേളിൽ പോകുന്നുണ്ട്. ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാം. ഇതിൽ ഒരു സംശയം കൂടി അതിനകത്ത്, ചോദ്യം ഞാൻ വന്നത് പൂർത്തിയാക്കാം. ഇപ്പൊ ഈ സ്വകാര്യ ട്രസ്റ്റുകളുണ്ടല്ലോ, ഇപ്പൊ ആറ്റുകാൽ ദേവി ക്ഷേത്രം, അതുപോലെയുള്ള സ്വകാര്യ ക്ഷേത്രങ്ങളും, പത്മനാഭസ്വാമി ക്ഷേത്രവും നമുക്കൊരു ഇപ്പം നിയമപ്രകാരം അവിടുത്തെ ഭരണസമിതി സുപ്രീം കോടതി നിയോഗിക്കുന്നതൊക്കെ ആണെങ്കിലും അതൊരു സ്വകാര്യ ട്രസ്റ്റിൻ്റെ കീഴിലായിരുന്നു നേരത്തെ ഭരണം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്വകാര്യ ട്രസ്റ്റുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കും? അതിനെയും ഈ പറഞ്ഞ രീതിയിൽ സർക്കാർ കൊണ്ടുവരുന്ന ഈ പുതിയ നിയമ സംവിധാനത്തിനകത്തേക്ക് ഉൾപ്പെടുത്തണം എന്നാണോ? അങ്ങനെയല്ല. ഇതുപോലെ ഒരു മണ്ടത്തരം കാണിച്ചതാണ് പണ്ട് കേണൽ മൺട്രോയുടെ മണ്ടത്തരം കാണിച്ചെന്ന് ഞാൻ പറയുന്നില്ല. കേണൽ മൺട്രോയുടെ ദുഷ്ടതാല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ ഭരണകൂടം, രാജഭരണം കാണിച്ച ഒരു മൂഢത്തരമാണ് അന്നത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയൊക്കെ സർക്കാർ വിലാസം മാറ്റിയത്. ആ ക്ഷേത്രങ്ങളെയൊക്കെയാണ് അവസാനം ദേവസ്വം ബോർഡിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ പ്രൈവറ്റ് സംവിധാനങ്ങൾ ഭരണം നടത്തിയിരുന്ന കുടുംബക്ഷേത്രങ്ങളും കരയുടെ ക്ഷേത്രങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അവയുടെയൊക്കെ ഇപ്പോഴത്തെ പല ക്ഷേത്രങ്ങളുടെയും ഗതികേടും ഇന്ന് പരിശോധിക്കപ്പെടേണ്ടത്. അതിൻ്റെ സമ്പത്തുകൾക്ക് ഈ ദേവസ്വം ബോർഡിൽ വന്നതിന് ശേഷം ഉള്ള അവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് അതാത് ഭരണ സംവിധാനങ്ങൾ ഭരിച്ചു കൊള്ളട്ടെ, പക്ഷേ ഭരിക്കുന്നതിന് ഒരു മാർഗരേഖയും രൂപരേഖയും നയരേഖയും ഉണ്ടാക്കി കൊടുക്കണം. ഈ പുതിയൊരു ഭരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ, സർക്കാർ വിലാസം ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെയുള്ള ഹിന്ദു ബോഡി ചെയ്യട്ടെ. സ്വകാര്യ ക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രങ്ങളും അത് ഏറ്റെടുക്കാതെ അത് ഇപ്പോഴും നടക്കുന്ന പോലെ നടക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം. നിയമത്തിൽ അതിന് ഇന്ന പോലെയാണ് ഒരു ക്ഷേത്രം നടക്കേണ്ടത്. അത് നടക്കുന്നില്ല എങ്കിൽ ഒബ്ജക്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ഹിന്ദു റിലീജിയസ് ആക്ടിൽ ഒരു സമഗ്രമായ പൊളിച്ചെഴുത്ത് തന്നെ വേണം. ഹിന്ദു റിലീജിയസ് ആക്ട് പറയുന്ന ഈ വിഷയം മാത്രം നിരവധിയുണ്ട്. അതിലെല്ലാം കാലഹരണപ്പെട്ടിട്ടുണ്ട്. നിരവധി കാലഹരണപ്പെട്ട അംശങ്ങളോട് കൂടിയതാണ് ഹിന്ദു റിലീജിയസ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളിന്ന് പരിഗണിച്ചു പോരുന്ന ചില ആശയങ്ങളുണ്ട്. അതെല്ലാം കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാര്യം പൊളിച്ചെഴുത്ത്, പുനർവിചിന്തനം ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലങ്ങൾ കഴിയുമ്പോൾ അധികാരം എന്ന് പറയുന്നൊരു പ്രധാന ഘടകമാകുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളെല്ലാം മാറും. നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്, പല ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത് രാഷ്ട്രീയമുക്തമായ ദേവസ്വം ഭരണമാണ്. അപ്പോൾ നമ്മൾക്ക് അധികാരം കിട്ടുമ്പോൾ എന്താവും? നമ്മുടെ രാഷ്ട്രീയക്കാരെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്യും. അങ്ങനെയുള്ള കാഴ്ചകളുമുണ്ട്. അത് തീർത്തും ഹിന്ദു സംഘടനാ പ്രവർത്തകരെയോ ധാർമ്മിക ആചാര്യന്മാരെയോ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലുള്ള മറ്റ് മുതിർന്ന സമൂഹത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യതയുള്ള ആളുകളെയൊന്നും അല്ല നമ്മൾ നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആരൊക്കെയാണോ രാഷ്ട്രീയമുക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ സ്വന്തം ചുമതലക്കാരെയൊക്കെയാണ്. അതുമൊക്കെ നമ്മൾ പരിഗണിക്കണം. ഇത് കാലം കൊണ്ട് അവരെ പാർട്ടിയെയോ അത്തരത്തിലുള്ള വ്യക്തികളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കാലികമായിട്ട് വരുന്ന ശോഷണം, മൂല്യശോഷണം ആണ്. അപ്പോൾ ഇത് കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ ഇക്കാര്യം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ. ഇതിന് അഭിപ്രായ രൂപീകരണത്തിന് സംസ്ഥാന തലങ്ങളിൽ തന്നെ 1-2
യോഗങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്കെല്ലാം അഭിപ്രായമുണ്ട്. കേരളത്തിലെ ധർമാചാര്യന്മാരുടെ ഹിന്ദു സംഘടനകൾക്ക് അഭിപ്രായമുണ്ട് ഈ വിഷയങ്ങളിൽ. ഈ സമരം ചെയ്ത നിരവധി സംഘടനകളുണ്ട്. ദേവസ്വം ബോർഡ് സർക്കാർ വിമുക്തമാക്കണം, രാഷ്ട്രീയമുക്തമാക്കണം എന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത സംഘടനകളുണ്ട്. അവരെയൊക്കെ കേൾക്കണം. സാമുദായിക സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ അവരെല്ലാം കേൾക്കണം. അല്ലാതെ ഏകപക്ഷീയമായിട്ടൊരു മുന്നോട്ട് പോക്ക് പാടില്ല. കേരള ദേവസ്വം ബോർഡിന് പകരം ഒരു കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടായതുകൊണ്ട് വലിയ കാര്യം പരിഹരിക്കപ്പെടില്ല. ഇല്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ചർച്ചകൾ ഈ കാര്യത്തിൽ നടക്കട്ടെ. സുരേഷ് ഗോപി തുടങ്ങി വെച്ചതിന് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഇത്തരത്തിലൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമം ആരംഭിക്കണമെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന് അത്തരത്തിലൊരു ആലോചനയുണ്ട് എങ്കിൽ ശ്രീ സുരേഷ് ഗോപിജി തന്നെ മുൻകൈയെടുത്ത് ചർച്ചാ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ആ ചർച്ചയിൽ വരുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കാനും അതിന് മൂല്യം കൽപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ സിറ്റുവേഷനെ കുറിച്ച് അറിയാവുന്ന നിരവധി ഹിന്ദു നേതാക്കന്മാരുണ്ട് ഇവിടെ. എല്ലാവരെയും വിളിച്ചുകൂട്ടി എത്രയും പെട്ടെന്ന് ചർച്ചകൾ ആരംഭിക്കട്ടെ, സംവാദങ്ങൾ ഉണ്ടാകട്ടെ, അഭിപ്രായ സമന്വയം മേലെ നിന്ന് താഴോട്ട് വരുന്ന മട്ടിൽ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം കൂടി വരും.